ആദ്യമേ തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ. അപ്പോൾ നമ്മുടെ 2024 ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ 2025 കടക്കും അല്ലേ? നമുക്കൊരു 25 വയസ്സ് കൂടിയിരിക്കുന്നു അല്ലേ എല്ലാവർക്കും. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ പൊതുവായിട്ട് എല്ലാവരും പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കും. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പലപ്പോഴും ചിലപ്പോൾ അതൊക്കെ സാധിക്കാറില്ല. നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. പക്ഷേ കുറച്ചെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട്, അതായത് ഒരു 50% എങ്കിലും നമ്മൾ അതിൽ ആത്മാർത്ഥത കാണിച്ച് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ പുതുവർഷം തന്നെ വേണം എന്നില്ല, നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാം അല്ലേ? അപ്പോൾ ഈ ഒരു 2025 എനിക്ക് സക്സസ് ആവുക എന്നുള്ളത്, നമ്മളെപ്പോഴും സക്സസ് തന്നെയാണ്. പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ താളം ചെറുതായിട്ടൊന്ന് തെറ്റിച്ചാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് പരിഹരിച്ച് മുന്നോട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ജീവിത വിജയം അല്ലേ? വിജയം നമ്മൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ? ഒരു ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു താഴ്ച ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരാജയവും വിജയവും ഇതുപോലെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ചേർന്നാണ് നമ്മുടെ ജീവിതം. എന്നാലും ഇതിനെല്ലാത്തിനും എപ്പോഴും ഈ എനിക്കൊന്നും പറ്റുന്നില്ല, ഇനി ഏത് വർഷം വന്നാലും ഞാൻ നന്നാവില്ല, ഏത് വർഷമായാലും ഞാൻ വിജയിക്കില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ഒരു 10-20 ടിപ്സ് നമ്മൾ പറഞ്ഞു തരാം. എങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകും, എപ്പോഴും ഒന്ന് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആർക്കും പറ്റൂല. എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാലും അതിനെയൊക്കെ മറികടക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ചെയ്യണമെന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റണമെന്നില്ല. എന്നാലും പതിയെ പതിയെ നമ്മൾക്ക് ആ ഒരു റൂട്ടീനിലോട്ട്, ആ ഒരു കറക്റ്റ് റൂട്ടീനിലോട്ട് നമ്മൾക്ക് എങ്ങനെ പോകാമെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ജീവിതം എപ്പോഴും ഒരു സമാധാനത്തോടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് കൃത്യം ഒരു സമയത്ത് രാവിലെ തന്നെ എഴുന്നേക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും ആ ഒരു ടൈമിൽ തന്നെ കൃത്യമായി എഴുന്നേൽക്കുക. ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും നേരത്തെ എഴുന്നേൽക്കുന്നത് തന്നെയാണ്. ഒരു 6 മണിക്ക് മുൻപ് എഴുന്നേൽക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു നല്ല സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടും. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ജോലികൾ തീർക്കാനും, അതുപോലെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. കുട്ടികളെ ആണെങ്കിലും വിട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് ജോലിക്ക് പോകാനുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഒക്കെ ആ ഒരു സമയം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. വൈകി എഴുന്നേൽക്കുന്നത് മൂലം അറിയാമല്ലോ, നമ്മൾ ധൃതിയിലായിരിക്കും. എല്ലാ കാര്യങ്ങളും കുട്ടികളെ വിടാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നേരത്തെ എഴുന്നേൽക്കുക. അതുപോലെ തന്നെ അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റതിന് ശേഷം ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ നന്നായിട്ടൊന്ന് ചിരിക്കുക. എപ്പോഴും കണ്ണാടിയുടെ മുമ്പിലായിരുന്നെങ്കിലും വെറുതെ ആണെങ്കിലും എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ടൊന്ന് ചിരിക്കുക. അതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കാം, നല്ലൊരു ഓക്സിജൻ എടുക്കാം അല്ലേ? നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ കൂട്ടുന്നതിനും ബ്രെയിനൊക്കെ ഉണരുന്നതിനൊക്കെ നല്ലൊരു ബ്രീത്ത് എടുക്കാം. അതിന് ശേഷം ചെറുതായിട്ട് നമ്മൾക്കൊന്ന് വ്യായാമം ചെയ്യാം. അതിന് മുമ്പായി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്: നേരത്തെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, അതിനുശേഷം വ്യായാമം ചെയ്യുക, നന്നായിട്ടൊരു ദീർഘനിശ്വാസം എടുക്കുക, ശ്വാസനിശ്വാസം എടുക്കുക, നന്നായിട്ടൊന്ന് ചിരിക്കുക.
പുഞ്ചിരി നമ്മൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സമ്മാനമാണ് അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധപൂർവം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുപോലെ നമ്മുടെ ശരീരം നമ്മളെന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സത്യം പറഞ്ഞ ഡെയിലി കുളിക്കാൻ ശ്രമിക്കുക. എന്നും കുളിക്കുക. നമ്മുടെ ഒരു ശരീരശുദ്ധി എപ്പോഴും വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, എല്ലാവർക്കും അവരവരുടേതായ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും. അതൊരു കൃത്യനിഷ്ഠയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുക. അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ മനസ്സമാധാനത്തിനും നമ്മളുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പല സ്ഥലങ്ങളും കാണും. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, നമ്മൾക്ക് കുറച്ച് ചെറിയ സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് യാത്ര പോകാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഇൻ കേസ് വലിയ യാത്രകൾ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ബീച്ചിലേക്കോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടൊരു പാർക്കിലേക്കോ എങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുക. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളൊരു യാത്ര പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം, പുതിയതായിട്ടുള്ളൊരു റെസിപ്പി, പാചക പരീക്ഷണം നടത്തി നോക്കുക. അടുത്തതായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സിനിമയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, എല്ലാവർക്കും അവരവരുടേതായ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും. അതൊരു കൃത്യനിഷ്ഠയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ചെറിയൊരു ജോലി, സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയൊരു ജോലിക്കായിട്ടോ ശ്രമിക്കുക. നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് കഷ്ടപ്പാടുകളുണ്ടാകും. കഷ്ടപ്പാടില്ലാതെ ഒന്നും നമ്മൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല. കഷ്ടപ്പാടില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. അതിലൂടെ ചെറിയൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം ശ്രമിക്കലാണ് നമ്മൾ പറയുന്നത്, കർശനമായിട്ടല്ല പറയുന്നത്. എല്ലാവരും ശ്രമിക്കുവിൻ, നമ്മൾ വിജയിക്കും അല്ലേ. അപ്പോൾ ചെറിയൊരു ജോലിയോ ചെറിയൊരു സേവിങ്സോ പുതിയതായിട്ട് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ഗാർഡനോ അല്ലെങ്കിൽ ചെറിയൊരു പച്ചക്കറി തോട്ടമോ ഒക്കെ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുക, അതിനെ പരിപാലിക്കുക. കുറച്ച് സമയമെങ്കിലും നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് നമ്മൾ സന്തോഷിക്കുക. ആ ഒരു നല്ലൊരു ഓക്സിജനും നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ പച്ചപ്പൊക്കെ അങ്ങനെ ആസ്വദിക്കുക. പുതിയതായി എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വണ്ടി ഓടിക്കാനായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. 18 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടെ നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീട്ടുകാരുമായിട്ട്, നമ്മളുടെ ബന്ധുക്കളും എല്ലാവരെയും ഇടയ്ക്കൊന്ന് ഫോൺ വിളിക്കുകയോ അതുപോലെ എല്ലാവരുമായിട്ടൊന്ന് ഒത്തുകൂടി പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ കുറയ്ക്കുന്നതിനും സ്ട്രെസ്സുകളൊക്കെ കുറയ്ക്കുന്നതിനും നമുക്കൊരു മനസ്സന്തോഷം ഉണ്ടാകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് വിളിക്കുക, പഴയ ഫ്രണ്ട്സിനെയും. അതുപോലെ നമുക്ക് ഒരുപാട് പഴയ കൂട്ടുകാരുണ്ടാവുമല്ലോ, ഇവരെയൊക്കെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഒത്തുകൂടുകയൊക്കെ ചെയ്യുക. അവരുമായിട്ടൊരു യാത്ര പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുവിൻ, നടന്നിരിക്കും. അതുപോലെ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിർത്തി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മളിപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ കുറേ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആൾ, അതൊക്കെ എൻജോയ് ചെയ്തിരുന്ന ആൾ, ഇതൊക്കെ വേണ്ടാന്ന് വെക്കുമ്പോൾ ശരിക്കും നമ്മൾ വാർദ്ധക്യത്തിലോട്ട് പെട്ടെന്ന് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെല്ലാനും വേണ്ടെന്ന് വയ്ക്കേണ്ട, ചെറുതായിട്ടെങ്കിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
അതുപോലെ നമ്മൾ പണ്ടൊക്കെ ഡയറി എഴുതുമായിരുന്നു. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് എഴുതി തുടങ്ങാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതുവർഷം നമ്മൾക്ക് നല്ലതാകട്ടെ. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കാനായിട്ട് എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഈ വർഷം സാധിക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ആരെ കണ്ടാലും ഒന്ന് ചിരിക്കുക. നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ.